അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്യാമ്പ് ഡേവിഡിൽ വിളിച്ചു ചേർത്ത മന്ത്രിസഭാ യോഗത്തിൽ നടത്തിയ പ്രസ്താവനകൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വൻ ചർച്ചകൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. ഇറാനെതിരെ അമേരിക്കൻ സൈന്യം ശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുമ്പോഴും ഇറാൻ കാട്ടുന്ന അതിജീവന ശേഷിയെയും ധീരതയെയും പരസ്യമായി പ്രശംസിക്കാൻ ട്രംപ് തയ്യാറായി. ലോകത്തിലെ ഏറ്റവും വലിയ അധിനിവേശ ശക്തിക്കെതിരെ ഒരു രാജ്യം നടത്തുന്ന ചെറുത്തുനിൽപ്പിനെ കുറിച്ചുള്ള ഈ തുറന്നു പറച്ചിൽ അമേരിക്കയുടെ നയതന്ത്ര വൃത്തങ്ങളെ പോലും അമ്പരപ്പിച്ചിരിക്കുകയാണ്. വർഷങ്ങളായി തുടരുന്ന ഉപരോധങ്ങളും സമീപകാലത്തെ രൂക്ഷമായ സൈനിക ഏറ്റുമുട്ടലുകളും ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെയും അടിസ്ഥാന സൗകര്യങ്ങളെയും തകർത്തെറിഞ്ഞിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ സാധാരണയായി മറ്റേതൊരു രാജ്യവും കടുത്ത സമ്മർദ്ദത്തിന് മുൻപിൽ പൂർണ്ണമായി കീഴടങ്ങുന്ന സാഹചര്യത്തിലും ഇറാൻ പിടിച്ചു നിൽക്കുകയാണെന്ന് ട്രംപ് നിരീക്ഷിച്ചു. മറ്റേതൊരു രാജ്യമായിരുന്നാലും ഈ സമയം കൊണ്ട് ആയുധം വെച്ച് കീഴടങ്ങുമായിരുന്നുവെന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. ഇറാന്റെ ഈ നിശ്ചയദാർഢ്യത്തെ ശക്തമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് വിശേഷിപ്പിച്ചത്. തങ്ങളുടെ കടുത്ത ശത്രു രാജ്യത്തിന്റെ പ്രത്യാക്രമണ ശേഷിയെ ക്യാബിനറ്റ് യോഗത്തിൽ ട്രംപ് പരസ്യമായി സമ്മതിച്ചു കൊടുത്തത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. ഇറാൻ സൈന്യത്തിനു മേൽ അമേരിക്ക വൻ ആഘാതം സൃഷ്ടിച്ചതായി അവകാശപ്പെടുമ്പോഴും തങ്ങളെ നിരന്തരം വെല്ലുവിളിക്കുന്ന ഇറാന്റെ മനോവീര്യത്തെ തള്ളിക്കളയാൻ ട്രംപിന് കഴിഞ്ഞില്ല. ഇറാന്റെ പ്രതിരോധ തന്ത്രങ്ങളെയും ജനങ്ങളുടെ ചെറുത്തുനിൽപ്പിനെയും ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നുണ്ടെന്ന് ഈ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാണ്. അതേസമയം തന്നെ ഇറാനുമേൽ തങ്ങൾ നടത്തിയ വിനാശകരമായ സൈനിക ആക്രമണങ്ങളുടെ വിശദാംശങ്ങൾ അക്കമിട്ട് നിരത്താനും അമേരിക്കൻ പ്രസിഡന്റ് മറന്നില്ല. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിന് ഭീഷണിയായ ഇറാന്റെ നാവിക വ്യൂഹത്തെ പൂർണ്ണമായി തകർത്തതായി ട്രംപ് അവകാശപ്പെട്ടു. സമുദ്രമേഖലയിൽ ഇറാൻ ഉണ്ടായിരുന്ന ആധിപത്യവും തന്ത്രപ്രധാനമായ കപ്പലുകളും തങ്ങളുടെ കൃത്യതയാർന്ന വ്യോമാക്രമണങ്ങളിൽ ചാമ്പലായെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നാവികസേനയെ തകർത്തതിന് പുറമെ ഇറാന്റെ മുൻനിര സൈനിക രാഷ്ട്രീയ നേതൃത്വത്തെ വധിക്കാൻ സാധിച്ചതാണ് അമേരിക്കയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ വിജയമെന്നും ട്രംപ് വാദിച്ചു. ഇറാന്റെ യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞിരുന്ന പ്രധാന കമാൻഡർമാർ കൊല്ലപ്പെട്ടതോടെ അവരുടെ സൈനിക ഏകോപനം തകർന്നുവെന്നാണ് വാഷിംഗ്ടണിന്റെ വിലയിരുത്തൽ. പ്രത്യാക്രമണങ്ങളുടെ വ്യാപ്തി കുറയ്ക്കാൻ ഈ നീക്കത്തിന് സാധിച്ചുവെന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ഇറാനെതിരെ ഇതിലും വലിയ മറ്റൊരു കൂറ്റൻ സൈനിക നീക്കത്തിന് അമേരിക്ക പദ്ധതിയിടുന്നുണ്ടോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് തികച്ചും തന്ത്രപരമായ മറുപടിയാണ് ട്രംപ് നൽകിയത്. ഇറാനെതിരെ തങ്ങൾ ഇതിനകം തന്നെ ഏറ്റവും ശക്തവും നിർണായകവുമായ രീതിയിൽ തിരിച്ചടിച്ചു കഴിഞ്ഞുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കൂടുതൽ വലിയൊരു അധിനിവേശത്തിന്റെ ആവശ്യകത നിലവിൽ ഉദിക്കുന്നില്ല എന്ന സൂചനയാണ് ട്രംപ് ഇതിലൂടെ നൽകാൻ ശ്രമിച്ചത്. ഇറാനെ പൂർണ്ണമായി തകർക്കാൻ ഇതിലും വലിയ സൈനിക നീക്കം വേണമെന്ന US പെന്റഗണിന്റെയും സൈനിക ഉപദേശകരുടെയും നിർദ്ദേശങ്ങളെ ചൊല്ലിയുള്ള റിപ്പോർട്ടുകളെ ട്രംപ് ശരിവച്ചില്ല. പകരം ഇതുവരെ നടപ്പിലാക്കിയ സൈനിക നടപടികൾ തന്നെ ഇറാന്റെ നട്ടെല്ലൊടിക്കാൻ പോന്നതായിരുന്നുവെന്നും US ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ അതിലൂടെ കൈവരിക്കാൻ സാധിച്ചുവെന്നുമാണ് ട്രംപിന്റെ നിലപാട്. കൂടുതൽ യുദ്ധത്തിലേക്ക് നീങ്ങുന്നത് അമേരിക്കയ്ക്ക് സാമ്പത്തികമായും രാഷ്ട്രീയമായും ഉണ്ടാക്കുന്ന തിരിച്ചടികളും ട്രംപ് കണക്കിലെടുക്കുന്നുണ്ട്. മധ്യപൂർവ്വ ഏഷ്യയിൽ താൽക്കാലികമായി നിലവിൽ വന്ന വെടിനിർത്തൽ ധാരണകൾ പൂർണ്ണമായി തകർത്തതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ ഈ നിർണായക പ്രസ്താവന പുറത്തുവരുന്നത്. സമാധാന ചർച്ചകൾ വഴിമുട്ടിയതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ പുതിയൊരു തലത്തിലേക്ക് വഴിതിരിഞ്ഞിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ നിഴലിലേക്ക് തള്ളിവിടുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. താൽക്കാലിക ശാന്തതയ്ക്ക് ശേഷം അമേരിക്ക ഇറാനിലെ തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി വീണ്ടും ശക്തമായ വ്യോമാക്രമണം ആരംഭിച്ചു. ഇറാന്റെ ഡ്രോൺ നിർമ്മാണശാലകൾ, മിസൈൽ താവളങ്ങൾ, രഹസ്യ വിവരശേഖരണ കേന്ദ്രങ്ങൾ എന്നിവയാണ് അമേരിക്കൻ പോർ വിമാനങ്ങൾ തകർത്തത്. ഇതോടെ മേഖലയിലെ സുരക്ഷാ സാഹചര്യം മുൻപത്തേക്കാൾ വഷളായി മാറി. അമേരിക്കൻ ആക്രമണത്തിന് മുന്നിൽ പതറാതെ ശക്തമായ പ്രത്യാക്രമണമാണ് ഇറാനും അഴിച്ചുവിട്ടത്. പേർഷ്യൻ ഉൾക്കടൽ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും US നാവികസേനയുടെ കപ്പലുകൾക്കും നേരെ ഇറാൻ വൻതോതിൽ മിസൈലുകളും കാമിക്കാസി ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തി. തങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചടിച്ചേ അടങ്ങൂ എന്ന സന്ദേശമാണ് ഇറാൻ ഇതിലൂടെ അമേരിക്കയ്ക്ക് നൽകിയത്. ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ സഖ്യരാഷ്ട്രങ്ങൾക്കും ഇറാന്റെ ഈ പ്രത്യാക്രമണം വൻ ഭീഷണി ഉയർത്തുന്നുണ്ട്. വാണിജ്യ കപ്പലുകൾ കടന്നു പോകുന്ന തന്ത്രപ്രധാനമായ കടലിടുക്കുകളിൽ കപ്പൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെ ഉയരാൻ ഇരുവരുടെയും ഈ കടുത്ത നിലപാടുകൾ കാരണമായിട്ടുണ്ട്.
ഇറാന്റെ തന്ത്രപ്രധാനമായ ആണവ നിലയങ്ങളും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിട്ടാണ് പുതിയ ഘട്ടത്തിൽ അമേരിക്ക നീക്കങ്ങൾ ഏകോപിപ്പിക്കുന്നത്. എന്നാൽ ഇത്തരം ആക്രമണങ്ങൾ മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങളിലേക്ക് കൂടി യുദ്ധം വ്യാപിക്കാൻ കാരണമാക്കുമെന്ന് നയതന്ത്ര വിദഗ്ധർ ഉറപ്പു നൽകുന്നുണ്ട്. സമാധാന ശ്രമങ്ങൾക്ക് UN മുൻകൈ എടുക്കുന്നുണ്ടെങ്കിലും ഇരുവിഭാഗവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. ക്യാമ്പ് ഡേവിഡിലെ ട്രംപിന്റെ വാക്കുകൾ അമേരിക്കൻ രാഷ്ട്രീയത്തിലും വലിയ തിരമാലകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ശത്രു രാജ്യത്തെ പ്രശംസിച്ച ട്രംപിന്റെ നിലപാടിനെ ഡെമോക്രാറ്റിക് പാർട്ടി രൂക്ഷമായി വിമർശിക്കുമ്പോൾ പ്രായോഗിക രാഷ്ട്രീയം സംസാരിക്കുന്ന ഭരണാധികാരിയാണ് ട്രംപ് എന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഉയർത്തുന്ന വാദം. തങ്ങളുടെ ആക്രമണശേഷിയെയും ഇറാന്റെ അതിജീവനത്തെയും ഒരുപോലെ അംഗീകരിക്കാൻ ട്രംപ് കാണിച്ച മനോഭാവം ചർച്ചയാവുകയാണ്. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായി നശിച്ചുവെന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും ഗൾഫ് മേഖലയിലുടനീളം പ്രത്യാക്രമണം നടത്താൻ ഇറാന് കഴിയുന്നത് വാഷിംഗ്ടണിനെ സംബന്ധിച്ച് വലിയൊരു തലവേദനയാണ്. ആയുധബലത്തിൽ മുന്നിട്ട് നിൽക്കുന്ന അമേരിക്കയോട് ഗറില്ല യുദ്ധമുറകളും ഡ്രോൺ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഇറാൻ നടത്തുന്ന ചെറുത്തുനിൽപ്പ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ്. ഉപരോധങ്ങൾക്കും ബോംബാക്രമണങ്ങൾക്കും മുകളിൽ സ്വന്തം നിലനിൽപ്പ് തെളിയിക്കുന്ന ഇറാന്റെ പ്രതിരോധ വീര്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് പോലും പരസ്യമായി അംഗീകരിക്കേണ്ടി വന്നു എന്നാണ് ക്യാമ്പ് ഡേവിഡ് യോഗം വ്യക്തമാക്കുന്നത്. എന്നാൽ പ്രശംസകൾക്കപ്പുറം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടം പശ്ചിമേഷ്യയെ വൻ ദുരന്തത്തിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്കയിലാണ് അന്താരാഷ്ട്ര സമൂഹം.